അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ പല കേസുകളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ എൻ്റെ അനുഭവസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല. എങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കുന്നു. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ. അതിനുശേഷം മറുപടി പറയാം. ഇത് കള്ളക്കേസാണെന്നാണോ അപ്പോൾ പറയുന്നത്? അല്ല, കള്ളക്കേസാണോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കള്ളക്കേസുകൾക്ക് പലതവണ ഒരു പ്രാവശ്യമല്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇപ്പോൾ 7 തവണ ഞാൻ മത്സരിച്ചു. 7 തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട്. അത് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് വരട്ടെ, കള്ളക്കേസാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ തെളിയിക്കട്ടെ, അപ്പം നമുക്ക് മറുപടി പറയാം. കേസ് തെളിഞ്ഞാൽ അന്നേരം ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം അന്ന് എന്താണെന്ന് വെച്ചാൽ അന്ന് നിങ്ങളെ ഇതുവരെ പരാതി പോലും ഇല്ലല്ലോ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ പരാതി വന്നിരിക്കുകയാണ്. ഏതെങ്കിലും കൂടുതൽ നടപടികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യത? ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ പരാതി ഇല്ലാതിരുന്ന് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ അവസാന ഘട്ടത്തിൽ വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. UDF അധികാരത്തിൽ കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ വരുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കള്ളക്കേസുകൾ ഓരോരുത്തരുടെ പേരിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. പാർട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ പാലക്കാട്ടെ പരിപാടികളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പരാതി വന്ന സമയത്തും പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കണമെന്ന് വീണ്ടും പാർട്ടി ആവശ്യപ്പെടുന്നു. പാർട്ടി തീരുമാനം ഒന്നും വന്നില്ലല്ലോ. പാർട്ടി തീരുമാനം ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായി എടുക്കും. കൂട്ടായി തീരുമാനം എടുത്തതിന് ശേഷം അറിയിക്കും.